എമാർച്ച് 2025 എന്ന പേരിൽ മാതൃഭൂമി ന്യൂസ് സംഘടിപ്പിക്കുന്ന ഹെൽത്ത് കോൺക്ലേവ് കോഴിക്കോട് നടക്കുകയാണ്. അതിലേക്ക് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MB ശ്രേയാംസ് കുമാർ സംസാരിക്കുന്നു. ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോവിഡ് സമയത്ത് പല ഓൺലൈൻ മീറ്റിംഗ് എന്നോട് മറ്റുള്ള സംസ്ഥാനത്തെ ആൾക്കാരും വിദേശികളും കൂടുതലെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ പ്രത്യേകത കേരളത്തിൽ ഡിറക്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. കാരണം ത്രിതല പഞ്ചായത്ത് ശക്തമാണ്, എല്ലാ പഞ്ചായത്തിലും ഹോസ്പിറ്റൽസ് ഉണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഒരു ജില്ലയിൽ ഒരു ഹോസ്പിറ്റൽ പോലും ഇല്ലാത്ത നിരവധി സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. നമ്മൾ ഓർക്കണം, ഇവിടെ പഞ്ചായത്ത് തലത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഡിറ്റക്ട് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആ മരണം കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ കാണുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ എത്ര ആൾക്കാർ മരിച്ചു എന്ന് അറിയ പോലും ഇല്ല. ഇപ്പൊ UP, ബീഹാറിലൊക്കെ എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. അങ്ങനൊരു പ്രത്യേകത കേരളത്തിനുണ്ട്. അതുപോലെ തന്നെ ഇന്നിപ്പം പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വളരെ കൂടുതലാണ്. നമ്മളുടെ ഭക്ഷണക്രമവും എല്ലാം മാറിയതിന്റെ ഫലമായി പണ്ടൊക്കെ സീസണലായിട്ടാണ് എല്ലാം കഴിക്കുക. ഇപ്പൊ സീസണൊന്നുമില്ല. വിന്റർ, സമ്മറിന്, അതുപോലെ തന്നെ മോൺസൂൺ എല്ലാം ഏത് സമയത്ത് അവൈലബിൾ ആണ്. ഈ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് സംസ്കാരമാണ്. അതാത് പ്രദേശത്ത് അവിടെ ഉണ്ടാകുന്ന വിഭവങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. പക്ഷെ അതൊക്കെ മാറി ഇന്ന്. അതോടൊപ്പം തന്നെ ഞാൻ പത്രത്തിൽ വായിക്കുകയായിരുന്നു, കേരളത്തിലും ഇന്ത്യയിലും സിസേറിയൻ നിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചു എന്ന്. അതിനെക്കുറിച്ച് മന്ത്രി പറയാതിരിക്കും ഇവിടെ. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയിൽ ഊന്നിക്കൊണ്ടുള്ള മുന്നേറ്റങ്ങൾ, പ്രത്യേകിച്ച് ഇനിയിപ്പം സൂപ്പർ ഇന്റലിജൻസ് വരാൻ വേണ്ടി പോയത്, മനുഷ്യരെക്കാളും ചിന്തിക്കാൻ സാധിക്കുന്ന തരത്തിൽ AI വളരാൻ വേണ്ടി പോകുമ്പോൾ മനുഷ്യരുടെ റോൾ എന്തായിരിക്കും എന്നുള്ള സംശയത്തിൽ നിൽക്കുകയാണ് നമ്മളവിടെ. ദിസ് ടെക്നോളജീസ് ആർ ഗ്രേറ്റ്, ബട്ട് അതിന്റെ എത്തിക്കൽ യൂസേജ് എതുവരെ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം അത് വൈദ്യമേഖലയും ബാധിക്കും. ടെക്നോളജി വിൽ ഹെൽപ്പ് യു ടു ഡിറ്റക്ട് ഡിസീസ് ഫാസ്റ്റർ ആൻഡ് പ്രോബ്ലി ഫൈൻഡ് സൊല്യൂഷൻസ് ഫാസ്റ്റർ, ബെറ്റർ സൊല്യൂഷൻസ്. ദ സെയിം ടൈം ഇപ്പൊ സാധാരണ കൺസൾട്ട് പോലും ഡോക്ടർമാർക്ക് പോകാത്ത സ്ഥിതിയിലേക്ക് വേണ്ടി പോവുകയാണ്. അങ്ങനെയുള്ളൊരു കാര്യം കൂടി നമ്മൾ മുമ്പിലുണ്ട്. ഇപ്പൊ ഈ ഡോക്ടറും രോഗിയും നമ്മൾ വന്നു വെച്ചാൽ അതൊരു ഇറ്റ്സ് എൻ ഓർഗാനിക് റിലേഷൻഷിപ്പ്. ഇറ്റ്സ് നോട്ട് ഇപ്പം എനിക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഐ എം കംഫർട്ടബിൾ സീയിങ് മൈ ഡോക്ടർ. വേറെ എവിടെയും പോയി കാണാനല്ല എനിക്ക് താല്പര്യം. പണ്ട് ഞാൻ ഓർക്കുകയാണ്, വയനാട്ടിൽ സംവിധാനം കുറവായിരുന്നു. അന്ന് ഞങ്ങളുടെ ഫാമിലി ഡോക്ടറുണ്ട്, ഡോക്ടർ മനോഹർ റാവു. അദ്ദേഹം ഇപ്പം ഇല്ല, MBBS മാത്രമാണ്. അദ്ദേഹം ഡയഗ്നോസ് ചെയ്ത ഒരു സംഗതിയും ഇന്നുവരെ അത് നമ്മൾ എവിടെ അയച്ചാലും തെറ്റിയിട്ടില്ല. കാരണം യു സച്ച് എൻ എക്സ്പേർട്ട് ഡോക്ടർ. അദ്ദേഹം പോയ പിന്നെ നമുക്കൊരു ഫാമിലി ഡോക്ടർ ഇല്ലാതെയായത്. പിന്നെ സ്പെഷ്യാലിറ്റി ആയി. പണ്ടാദ്യം പോവുക ഒരു ജനറൽ ഫിസിഷ്യൻ്റെ അടുത്ത് പോയിട്ട് ഹി വിൽ റെഫർ യു ടു എ സ്പെഷ്യലിസ്റ്റ്. അപ്പം അത് മാറിയപ്പോൾ എല്ലാം സ്പെഷ്യലിസ്റ്റ് അടുത്താണ് നമ്മൾ പോകുന്നത്. അപ്പം എൻ്റെ ഡോക്ടർ ഇവിടെ ഉണ്ട്, എൻ്റെ പൾമണോളജിസ്റ്റ് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ കാണുമ്പം അദ്ദേഹത്തിനും എനിക്കും എന്താ പറയുക, ചില ഞാൻ ചെയ്യാൻ പാടാത്ത ചില കാര്യങ്ങൾ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ആരോഗ്യമേഖലയുടെ വികസനമാണ് ഈ ഒരു ഹെൽത്ത് കോൺക്ലേവ് ലക്ഷ്യം വെക്കുന്നത്. വിദഗ്ധർ വിവിധ വിഷയങ്ങളിൽ ചർച്ചകളും നയിക്കും.